ഇതില് കപട ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദ്യ നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ആ ഒരു വരി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ ഈ ഒരു വരികളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിലൊന്നും മോദി എന്ന് പറയുന്നൊരു പരാമർശമില്ല. ബാക്കി വീണ്ടും പറയുന്നത് എഴുതിയ വരിയിലധിക പകുതിയും ഞാൻ ഏറ്റ ചതി കനൽ ഒരു തരി മതി തരിമതി എന്നാണ് പറയുന്നത്. അതിനുശേഷം വീണ്ടും പറയുന്നത് നീർനിലങ്ങളിൽ അടിമയാരുടമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകുകൂനി തലകൾ താണും ഇനിയും എത്ര നാള്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെവിടെയാണ് മോദി എന്നുള്ളൊരു പരാമർശം വന്നിരിക്കുന്നത്? ഇത് ശരിക്കും ശ്രീലേഖയ്ക്ക് തോന്നിയ ഒരു ചിന്താഗതിയാണ്. മോദി ഈ കാട് കട്ടവനാണെന്നും കൂറില്ലാത്തവനാണെന്നും ഈ ദേശം ഇങ്ങനെ ചുറ്റുന്ന ഒരു ദേശദ്രോഹിയാണെന്നും ഒക്കെ ശ്രീലേഖയ്ക്ക് തോന്നിയത് കൊണ്ടാണ് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അത് കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും എല്ലാവരെയും കുറ്റം പറയുന്ന രീതിയിലേക്ക് വളച്ചൊടിച്ചത്. അപ്പോൾ ഇവരുടെ തന്നെ ഉള്ളിലുണ്ട്